നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കുറച്ച് ശൈലികളും അതിൻ്റെ അർത്ഥവുമാണ് നോക്കുന്നത്. പൊതുവേ പരീക്ഷയിൽ പരീക്ഷയുടെ ഒരു ടെൻഷനിലൊക്കെ ഇരിക്കുമ്പോൾ മലയാളത്തിൻ്റെ ഭാഗത്തു നിന്നും പല കുട്ടികളും തെറ്റിക്കാറുണ്ട് ഈ ശൈലികളും അതിൻ്റെ അർത്ഥവും. കാരണം നമ്മളെ ഒന്ന് കൺഫ്യൂസ് ചെയ്യിക്കുക എന്നുള്ളതാണ് അവർ ഓപ്ഷനിൽ തരുന്നത്. അതിൽ കുട്ടികൾ എന്ത് ചെയ്യാറുണ്ട്, കുട്ടികൾക്ക് തെറ്റുപറ്റി പോകാറുമുണ്ട്. അപ്പം നമുക്കിന്ന് വളരെ കുറച്ച് ശൈലികളും അതിൻ്റെ അർത്ഥവും ഒന്ന് നോക്കാം. ഇതൊരു സീരീസ് പോലെ നമുക്ക് ഡെയിലി കൊടുക്കുകയും ചെയ്യാം. അപ്പോൾ നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് പോവാം. എറവെള്ളം എറുമ്പിന് സമുദ്രം. എറവെള്ളം എറുമ്പിന് സമുദ്രം എന്ന ശൈലിയുടെ അർത്ഥം അല്പവസ്തുക്കളും നിസാരന്മാർക്ക് വലുതായി തോന്നും. അപ്പോൾ എറവെള്ളം എറുമ്പിന് സമുദ്രം എന്ന് പറഞ്ഞാൽ അല്പവസ്തുക്കളും നിസാരന്മാർക്ക് വലുതായി തോന്നും എന്നാണ് അതിനർത്ഥം കേട്ടോ. എറവെള്ളം എറുമ്പിന് സമുദ്രം, അല്പവസ്തുക്കളും നിസാരന്മാർക്ക് വലുതായിട്ട് തോന്നും. അടുത്തതായിട്ട് കേമദ്രുമയോഗം. ഇത് എഴുതിയതിലൊരു തെറ്റ് പറ്റിയിട്ടുണ്ട്. കേവ അല്ല, കേമദ്രുമയോഗമാണ്. കേമദ്രുമയോഗം എന്ന് പറഞ്ഞാൽ വലിയ ദൗർഭാഗ്യം എന്നാണ്. കേമദ്രുമയോഗം വലിയ ദൗർഭാഗ്യമാണ് കേമദ്രുമയോഗം. കാർക്കോടക നയം. കാർക്കോടക നയം എന്ന ശൈലിയുടെ അർത്ഥം രക്ഷിച്ചവനെ ഉപദ്രവിച്ച നയമാണ് കാർക്കോടക നയം അല്ലേ? രക്ഷിച്ചവനെ ഉപദ്രവിച്ച നയമാണ് കാർക്കോടക നയം. എറവെള്ളം എറുമ്പിന് സമുദ്രം എന്ന് പറഞ്ഞാൽ അല്പവസ്തുക്കളും നിസാരന്മാർക്ക് വലുതായിട്ട് തോന്നും. എറവെള്ളം എറുമ്പിന് സമുദ്രം, അല്പവസ്തുക്കളും നിസാരന്മാർക്ക് വലുതായിട്ട് തോന്നും. കേമദ്രുമയോഗം കേമദ്രുമയോഗം എന്നാൽ വലിയ ദൗർഭാഗ്യം എന്നാണ്. കേമദ്രുമയോഗം എന്നാൽ വലിയ ദൗർഭാഗ്യം എന്നാണ്. കാർക്കോടക നയമോ രക്ഷിച്ചവനെ ഉപദ്രവിച്ച നയമാണ് കാർക്കോടക നയം. കാർക്കോടക നയം? രക്ഷിച്ചവനെ ഉപദ്രവിച്ച നയമാണ് കാർക്കോടക നയം. കഞ്ഞിയിൽ പാറ്റ വീഴുക. കഞ്ഞിയിൽ പാറ്റ വീഴുക എന്ന് പറഞ്ഞാൽ ഉപജീവനം മുടങ്ങുക എന്നാണ്. കഞ്ഞിയിൽ പാറ്റ വീഴുക എന്നതിനർത്ഥം ഉപജീവനം മുടങ്ങുക. കതിരിന്മേൽ വളം വെക്കുക. നമ്മൾ എപ്പോഴും പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു ശൈലിയാണല്ലേ, കതിരി കൊണ്ട് വളം വെച്ചിട്ട് കാര്യമില്ലെന്ന് പറഞ്ഞാൽ സമയം കഴിഞ്ഞ് പ്രവർത്തിക്കുക എന്നതാണ് കതിരിന്മേൽ വളം വയ്ക്കുക എന്ന് പറയുന്ന ശൈലിയുടെ അർത്ഥം. കതിരിന്മേൽ വളം വയ്ക്കുക, സമയം കഴിഞ്ഞ് പ്രവർത്തിക്കുക. പൂജ്യനാവുക. പൂജ്യനാവുക എന്ന് പറഞ്ഞാൽ ബഹുമാനിക്കുക എന്നാണ്. പൂജ്യനാവുക, ബഹുമാനിക്കുക. പൂജ്യനാവുക എന്ന ശൈലിയുടെ അർത്ഥം ബഹുമാനിക്കുക. അംഗവും കാണാം താളിയും ഒടിക്കാം. രണ്ട് കാര്യം ഒറ്റ പ്രവൃത്തിയിൽ സാധിക്കുക എന്നതാണ് അംഗവും കാണാം താളിയും ഒടിക്കാം എന്ന ശൈലിയുടെ അർത്ഥം. അംഗവും കാണാം താളിയും ഒടിക്കാം, രണ്ട് കാര്യം ഒറ്റ പ്രവൃത്തിയിൽ സാധിക്കുക. നമ്മൾ വളരെ പ്രധാനപ്പെട്ട കുറച്ച് ശൈലികളും അതിൻ്റെ അർത്ഥവുമാണ് നോക്കുന്നത്. എറവെള്ളം എറുമ്പിന് സമുദ്രം എന്ന് പറഞ്ഞാൽ അല്പവസ്തുക്കളും നിസാരന്മാർക്ക് വലുതായിട്ട് തോന്നും. എറവെള്ളം എറുമ്പിന് സമുദ്രം, അല്പവസ്തുക്കളും നിസാരന്മാർക്ക് വലുതായിട്ട് തോന്നും. കേമദ്രുമയോഗം വലിയ ദൗർഭാഗ്യം എന്നാണ് കേമദ്രുമയോഗം എന്ന ശൈലിയുടെ അർത്ഥം. കേമദ്രുമയോഗം എന്ന് പറഞ്ഞാൽ വലിയ ദൗർഭാഗ്യം. കാർക്കോടക നയം രക്ഷിച്ചവനെ ഉപദ്രവിച്ച നയമാണ് കാർക്കോടക നയം. നമ്മൾ കാർക്കോടകൻ്റെ കഥ കേട്ടിട്ടില്ലേ? കാർക്കോടക നയം എന്ന് പറഞ്ഞാൽ രക്ഷിച്ചവനെ ഉപദ്രവിച്ച നയമാണ് കാർക്കോടക നയം. കഞ്ഞിയിൽ പാറ്റ വീഴുക. ഉപജീവനം മുടങ്ങുക. കഞ്ഞിയിൽ പാറ്റ വീഴുക എന്ന് പറഞ്ഞാൽ ഉപജീവനം മുടങ്ങുക. കതിരിന്മേൽ വളം വയ്ക്കുക സമയം കഴിഞ്ഞ് പ്രവർത്തിക്കുക എന്നതാണ് കതിരിന്മേൽ വളം വയ്ക്കുക എന്ന ശൈലിയുടെ അർത്ഥം. പൂജ്യനാവുക എന്നാൽ ബഹുമാനിക്കുക എന്നും അംഗവും കാണാം താളിയും ഒടിക്കാം. രണ്ട് കാര്യം ഒറ്റ പ്രവൃത്തിയിൽ സാധിക്കുക എന്നതാണ് അംഗവും കാണാം താളിയും ഒടിക്കാം എന്ന ശൈലിയുടെ അർത്ഥം.